എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ ഒരു പാൻജിയ കാസ്റ്റിൽ അതായിരിക്കും കാണിക്കുക. അതിനാണെങ്കിൽ പ്രധാനപ്പെട്ട 3 എൻട്രൻസ് ആണ് ഉള്ളത്. അതിലൊന്നിലൂടെ സെലസ്റ്റിയൽ ഡ്രാഗൺസ് അവർക്ക് മാത്രമേ കടന്നു പോകാനായിട്ട് സാധിക്കൂ. ആ ഒരു ഗേറ്റിലൂടെ ലാൻഡ് ഓഫ് ഗോഡ്സിലേക്ക് അവർക്ക് പോകാനായിട്ട് കഴിയും. ആ ഒരു 3 ഗേറ്റിലും നല്ല സെക്യൂരിറ്റീസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരീച്ച പോലും പെർമിഷൻ ഇല്ലാതെ അതിലൂടെ കടന്നു പോവില്ല. ആക്ച്വലി ആ ഒരു ലാൻഡ് ഓഫ് ഗോഡ് അവിടെയാണ് സാക്ഷാൽ സെലസ്ട്രിയൽ ഡ്രാഗൺസ് അവരെല്ലാവരും ലക്ഷറി ലൈഫൊക്കെ നയിച്ച് സുഖസുന്ദരമായിട്ട് ഇത്രയും വർഷങ്ങൾ ജീവിച്ചു വന്നത്. അടുത്ത നിമിഷം റീഎൻഫോഴ്സ്മെന്റിന് വേണ്ടി ഒരുപാട് സോൾജിയേഴ്സ് സെലസ്റ്റിയൽ ഡ്രാഗൺസ് താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് കടന്നു വരികയാണ്. സോൾജിയേഴ്സ് എല്ലാവരും നല്ല പ്രൊട്ടക്ഷനൊക്കെ കൊടുത്ത് വരിയായി നടന്ന് മുൻപോട്ടേക്ക് പോവാണ്. അതിന്റെ ഇടയിലാണ് സാക്ഷാൽ ലൂഫിയുടെ ബ്രദർ സാബോ അവനും കയറി പറ്റിയിരിക്കുന്നത്. അവന്റെ ലക്ഷ്യം ആ സെലസ്റ്റിയൽ ഡ്രാഗൺസ് ആണ്. അതിനുശേഷം സാബോ ആണെങ്കിൽ അവന്റെ തലയിൽ കമഴ്ത്തിയ ആ ഒരു ഹെൽമെറ്റൊക്കെ ഊരിക്കളഞ്ഞ് ആ ഒരു പ്രദേശത്തിന്റെ മുക്കിലും മൂലയിലും കയറി ഇറങ്ങി നടക്കുകയാണ്. ഓരോ ബിൽഡിങ്ങുകളിലും ഏതൊക്കെ സ്റ്റെപ്പുണ്ട്, എവിടെയൊക്കെ റൂമുകളുണ്ട് എന്നൊക്കെ കറക്റ്റായിട്ട് അവൻ മനസ്സിലാക്കും. അങ്ങനെ ഒരു വലിയ ബിൽഡിങ്ങിൽ കയറി അവൻ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോഴായിരിക്കും ഒരു സോൾജിയർ അവനെ കറക്റ്റായിട്ട് കാണുക. ആ സോൾജിയർ ആണെങ്കിൽ കയ്യിലുള്ള കുന്തം അതിപ്പോ അവന്റെ നേർക്ക് നീട്ടും. സത്യം പറയ്, നീ ആരാണ്? എന്തിനു വേണ്ടിയാണ് അകത്തേക്ക് കയറി ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം നീ നോക്കി മനസ്സിലാക്കുന്നത്? സാബോയ്ക്കാണെങ്കിൽ എന്തു പറയണം, എങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് വലിയ ഐഡിയ ഒന്നുമില്ല. അവൻ ഒരു സെക്കൻഡ് അങ്ങനെ ആലോചിച്ച് നിൽക്കും. പക്ഷെ അടുത്ത സെക്കൻഡ് സാബോ അവനെ പിടിച്ചു വലിച്ച് അങ്ങനെ മടക്കി ലോക്ക് ചെയ്ത് അവിടുന്ന് കടന്നു പോവാണ്. കട്ട് ചെയ്ത ആ മെൻലിംഗ് പ്ലാസ കാണിക്കും. അവിടെയാണെങ്കിൽ ആ സോൾജിയർ ഇപ്പൊ സെറഗോഷിയെ വിടുകയാണ്. ടെറഗോഷിയാണെങ്കിൽ അവളുടെ ബോഡിയിലേക്ക് നോക്കും. അവളുടെ ബോഡിയിൽ വീണ വീഴ്ചയിൽ കുറച്ച് പരുക്കൊക്കെ പറ്റിയിട്ടുണ്ട്. അത് കണ്ട മനുഷ്യരി അവൾ അവളുടെ പവർ ഉപയോഗിച്ച് അത് ഞൊടിയിടയിൽ ഹീൽ ചെയ്യാണ്. ഷെറഗോഷിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. റബേക്കയാണെങ്കിൽ അത് കണ്ട് ചിരിക്കും. വേൾഡിലെ തന്നെ ബിഗ്ഗസ്റ്റ് പ്രിൻസസിന് മെഡിസിൻ കൊടുക്കുന്നത് വേൾഡിലെ തന്നെ ഏറ്റവും ചെറിയ പ്രിൻസസ്. ബിബിക്കും റബേക്കയ്ക്കും മനുഷ്യരിക്കും ഷെറഗോഷിക്കും എല്ലാവർക്കും ഒരുപാട് സന്തോഷം. ചെറിയൊരു കൈപ്പേറിയ അനുഭവം അവർക്ക് നേരിടേണ്ടി വന്നെങ്കിലും അവരെല്ലാവരും ഇപ്പൊ നല്ല ഫ്രണ്ട്സ് ആയിരിക്കുകയാണ്. അവർക്ക് നല്ലൊരു ഫ്രണ്ട് സർക്കിൾ കിട്ടി. മനുഷ്യരിയാണെങ്കിൽ സിറഗോഷിയോട് സംസാരിച്ചതിന് ശേഷമാണ് അവളൊരു ചെറിയ പെൺകുട്ടിയാണെന്ന് മനസ്സിലാക്കിയത്. ഇവിടെ നെപ്റ്റ്യൂൺ കിങ് ആണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് താങ്ക്സ് പറയാണ്. താങ്ക് യു വെരി മച്ച്. ഞങ്ങൾ കരുതിയത് മനുഷ്യരെല്ലാവരും ബാഡാണെന്നാണ്. മനുഷ്യരിലും നല്ലവരും ഉണ്ട്, ചീത്തയായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അത് ഞങ്ങൾ ഇപ്പൊ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം നെപ്റ്റ്യൂൺ കിങ് ആണെങ്കിൽ ആ സെലസ്റ്റിയൽ ഡ്രാഗനോട് നന്ദി പറയും. എൻ്റെ വൈഫിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം അതാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. നിങ്ങൾ കറക്റ്റ് സമയത്ത് വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സംഭവം കാര്യങ്ങളെല്ലാം തന്നെ കീഴ്മേൽ മറിഞ്ഞേനെ. അതിനാ സെലസ്റ്റിയൽ ഡ്രാഗൺ പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ മീറ്റിംഗ് അത് കഴിയുന്നത് വരെ ഷെറഗോഷിയുടെ പ്രൊട്ടക്ഷൻ അത് ഞാൻ ഏറ്റെടുക്കുകയാണ്. എൻ്റെ ജീവൻ എനിക്ക് ദാനമായിട്ട് തന്നത് ഇവളുടെ അമ്മയാണ്. സോ അവർക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ കഴിയുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് ആള് പറയും. ആ സെലസ്റ്റിയൽ ഡ്രാഗൺ ആണെങ്കിൽ ഇപ്പൊ ലിയോയോട് പറയും, നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാം. നിങ്ങൾ ആരെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ഇതിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഞാൻ ഏറ്റെടുക്കുമെന്ന് പറയും. അതുകൂടെ ആവുമ്പോൾ നമ്മുടെ ആൾക്കാർ ഡബിൾ ഹാപ്പി. ഉടനെ പില്ലാണെങ്കിൽ ഓടി വന്ന് ഇപ്പോ വിവിയോട് സംസാരിക്കും. അതേസമയം മുകളിലായിട്ട് കാക്കകളൊക്കെ അങ്ങനെ പറക്കുകയാണ്. അത് വെറും കാക്കകളാണെന്ന് പറഞ്ഞ് ആരും ആ കാക്കകളെ നോട്ടീസ് ചെയ്യില്ല. അതേസമയം മറ്റൊരു ഭാഗത്ത് നമ്മുടെ സാബോ അവനാണെങ്കിൽ ആരുടെയും കണ്ണിൽപ്പെടാതെ ആ കാസ്റ്റിലെ മുക്കിലും മൂലയിലൂടെയും ഓടി നടക്കുകയാണ്. ഉടനെ 2 സെക്യൂരിറ്റി ഗാർഡ്സ് ആണെങ്കിൽ ഇപ്പൊ സാബോയെ ക്രോസ് ചെയ്ത് നടന്നു പോകും. ഇവിടെ ഭയങ്കര സെക്യൂരിറ്റിയാണ്. സോ നമ്മളുടെ കണ്ണിൽപ്പെടാതെ ആരും ഇവിടേക്ക് കയറില്ല എന്ന് പറയും. അതേസമയം സാബോ അവൻ നൈസായിട്ട് അവിടുന്ന് രക്ഷപ്പെട്ട് മാറും. അപ്പൊ കറക്റ്റ് സമയത്ത് 2 സെക്യൂരിറ്റികൾ ഇപ്പൊ സാബോയെ കാണുകയാണ്. അവർ രണ്ടുപേരെയും തൊഴിച്ചെറിഞ്ഞ് അവൻ ജനലിലൂടെ ആ ഒരു ബിൽഡിംഗ് തകർത്ത് ഇപ്പൊ ലാൻഡ് ഓഫ് ഗോഡിലേക്ക് പോകും. ആ കാക്കയാണെങ്കിൽ ഫ്ലൈ ചെയ്തു വന്ന് ഇപ്പൊ സാബോയെ അതിന്റെ മുതുകിൽ കയറ്റുകയാണ്. കാക്കയാണെങ്കിൽ സാബോയോട് പറയും, നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കും. ഇങ്ങനെയുള്ള സമയത്ത് കണ്ണും മൂക്കും ഇല്ലാതെ ഓരോന്ന് തകർക്കാൻ തുടങ്ങിയ അവർ ഈസി ആയിട്ട് നമ്മളെ കണ്ടുപിടിക്കും. ഒരു നങ്ങനെ സീൻ കട്ട് ചെയ്ത് കോണി എന്ന് പേരുള്ള ഒരു ഗ്രാൻഡ് മേ കാണിക്കുകയാണ്. ടോബത്ത് പേരുള്ള വലിയൊരു ഐലാൻഡിന്റെ ക്വീനാണ് ഈ ലേഡി. അവരാണെങ്കിൽ സെലസ്റ്റിയൽ ഡ്രാഗൺസ് മാത്രം സഞ്ചരിക്കേണ്ട ആ ഒരു ഗേറ്റിലൂടെ അകത്തേക്ക് കയറി വരും. ഉടനെ സെക്യൂരിറ്റീസ് ആണെങ്കിൽ അവരെ വഴിതിരിച്ച് ആ കാസ്റ്റിലിനകത്തേക്ക് പറഞ്ഞയക്കും. അപ്പൊ ദൂരത്തായിട്ട് ആ ചാർലസ് അവൻ ഇടിയൊക്കെ കിട്ടി അങ്ങനെ തളർന്നു കിടക്കുകയാണ്. അവനെ തൂക്കിയെടുത്ത് ഒരുപാട് സോൾജിയേഴ്സ് അകത്തേക്ക് കൊണ്ടുപോകും. ചാർലസിനാണെങ്കിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ അവനകത്തേക്ക് കൊണ്ടുവരികയാണ്. ചാർലസ് ആണെങ്കിൽ അപ്പോഴും നിർത്താതെ പറയും, ഒരു കാരണവശാലും ആ ഷിറഗോഷിയെ ഞാൻ വിട്ടുകൊടുക്കില്ല. അവളെ കണ്ട് അത്രയധികം ഞാൻ മോഹിച്ചു പോയി.
അപ്പോൾ അതേസമയം ലോങ് ഷോട്ടിൽ നമ്മുടെ സാബോ അവനാണെങ്കിൽ ഒരു ചുമരിൻ്റെ പിന്നിൽ മറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അതേസമയം റോസ്വാൾട്ട് എന്ന് പേരുള്ള ആ വലിയ സെലസ്റ്റിയൽ ഡ്രാഗണെ ആളെ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് തൂക്കിയെടുത്തോണ്ട് വരികയാണ്. ഈ റോസ്വാൾട്ട് അദ്ദേഹം മറ്റാരുമല്ല, സാക്ഷാൽ ചാർലസിന്റെ പപ്പയാണ്. ഒരു നിമിഷം പപ്പയും മോനും പരസ്പരം കാണുകയാണ്. അവരിങ്ങനെ സംസാരിക്കുന്ന സമയം എല്ലാവരുടെയും ശ്രദ്ധ അത് അവിടേക്ക് തിരിയാണ്. ആ ഗ്യാപ്പിൽ ആ അമ്മൂമ്മ അവരാണെങ്കിൽ അകത്തേക്ക് കയറി ഓടും. അവരകത്തേക്ക് പോകുന്ന കാര്യം അതാരും ശ്രദ്ധിക്കില്ല. ചാർലോസിന്റെ പപ്പയ്ക്ക് ആ ഒരു പച്ചത്തലയൻ സെലസ്റ്റിയൽ ഡ്രാഗൺ അവനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് തോന്നുക. അവൻ കഴിഞ്ഞ 30 വർഷമായിട്ട് ആരെയും അടിമയായി നിർത്തിയിട്ടില്ല. ഡോൺ കിഹോട്ടി ഫാമിലിയിൽ പിറന്ന അവൻ കുറേ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ റോസ്വാൾട്ട് ആണെങ്കിൽ ബൾക്കായിട്ട് ആരുടെയും ദേഹത്ത് കയറിയിരിക്കുന്നതായിട്ട് കാണും. അവൻ കയറിയിരിക്കുന്നത് മറ്റാരുടെയും ദേഹത്തല്ല, ബാർത്തലോമിയോ കൂമയുടെ ദേഹത്താണ്. അവനൊരു വാർലോഡായിരുന്നു. മാത്രമല്ല റെവല്യൂഷണറി ആർമിയിലെ ഒരു ടോപ്പ് ഓഫീസർ. അവനാണ് ഇപ്പോൾ ഈ ഒരു സെലസ്റ്റിയൽ ഡ്രാഗന്റെ അടിമയായിട്ട് ജീവിക്കേണ്ടി വന്നത്. ഒരു കാലത്ത് അവന്റെ പേര് കേട്ടാൽ തന്നെ എല്ലാവരും പേടിച്ച് വിറയ്ക്കുമായിരുന്നു. അപ്പോൾ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് കൂമയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കും. കൂമയ്ക്കാണെങ്കിൽ ഗവൺമെന്റ് കൊടുത്ത ഒരു മിഷൻ അത് സ്ട്രോഹാർ ലൂഫിയെ പിടിക്കുക എന്നതാണ്. അവരാണെങ്കിൽ ത്രില്ലർ പാർക്കിലേക്ക് വന്ന് അവിടെ ഒരുപാട് ഫൈറ്റൊക്കെ ചെയ്തു. പക്ഷെ അവിടുന്ന് നമ്മുടെ ആൾക്കാർ രക്ഷപ്പെട്ടു. പിന്നീട് സബോർഡിനേറ്റ് ആർക്കിപ്പലകത്തിലേക്ക് വന്ന് അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന സമയത്താണ് അവന്റെ മേലെ ലോക്ക് വീണത്. സത്യത്തിൽ അവിടെ വെച്ച് നമ്മുടെ കൂമ അവൻ നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും ഓരോ സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞ് അവരെ രക്ഷിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് 2 വർഷത്തിന് ശേഷം ഒരുപാട് ട്രെയിനിങ് ഒക്കെ എടുത്ത് അവർക്ക് എല്ലാവർക്കും പവർഫുള്ളായി മാറാനായിട്ട് കഴിഞ്ഞത്. ഉമ്മയാണെങ്കിൽ റവല്യൂഷണറി ആർമിക്ക് വേണ്ടിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സാബോയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് സാക്ഷാൽ കൂമ. ഇതാ പ്രസന്റ് കാണിക്കും. ഇവിടെ ചാർലോസിനാണെങ്കിൽ കൂമയെ കണ്ടു ഭയങ്കര സന്തോഷം. ഓ, ആ വാർലോഡിനെ അപ്പയ്ക്ക് അടിമയെ കിട്ടിയോ, ഇത് ശരിക്കും അടിപൊളിയാണെന്ന് പറയും. അതേസമയം ഇവിടെ സാബോ അവൻ ഫുൾ കലിപ്പില് അങ്ങനെ പല്ല് കടിച്ചു നിൽക്കുകയാണ്. സാബോയെ കൊണ്ട് അതൊന്നും ക്ഷമിക്കാനായിട്ട് കഴിയില്ല. ഇവിടെ റോസ്വാർഡ് ആണെങ്കിൽ വലിയൊരു ഹാമർ ഉപയോഗിച്ച് കൂമയുടെ മുഖത്ത് അച്ചറം പൊച്ചറ ആഞ്ഞെട്ടിക്കുകയാണ്. സാബോയുടെ കൺട്രോൾ പോയി അവൻ പല്ല് കടിക്കും. ചാർലസിനാണെങ്കിൽ അത് കാണുമ്പോൾ കുറച്ച് ഇഷ്ടാവും. ഡാഡി, എനിക്ക് ഇതുപോലെ പവർഫുള്ളായ ഒരു വാർലോഡിനെ തന്നെ എൻ്റെ അടിമയായിട്ട് വേണമെന്ന് പറയും. അത് കേട്ട് അവൻ്റെ പപ്പ ചിരിക്കുകയാണ്. എനിക്കിവനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് കിട്ടിയത്. ഇവൻ ഒരു ചീഫ് ഒഫീഷ്യൽ ആയതുകൊണ്ട് തന്നെ എന്തൊക്കെ ചെയ്താലും ഇവൻ ബഹളം വെക്കുകയോ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യോ അങ്ങനെ ഒന്നും തന്നെ ചെയ്യില്ല. നമ്മൾ എന്ത് ചെയ്താലും അവൻ അതെല്ലാം തന്നെ സഹിക്കും. സാബോയാണെങ്കിൽ ഇതെല്ലാം കണ്ട് ഫുൾ കലിപ്പില് കയ്യിൽ ഫയറുമായിട്ട് അവർക്ക് നേരെ പാഞ്ഞടുക്കും. അത് കണ്ട നമ്മുടെ കാക്ക അവനങ്ങനെ പറന്നു വന്ന് സാബോയെ പിടിച്ചു വലിച്ച് കൺട്രോൾ ചെയ്ത് ആ ഫ്ലോറിന് അടിയിലേക്ക് കൊണ്ടുപോകും. കാരണം സാബോ ഇങ്ങനെ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താൽ അവരുടെ പ്ലാൻ അതെല്ലാം തന്നെ തെറ്റിപ്പോവും. മാത്രമല്ല ഒരു നേവിക്കാരുടെ കയ്യിൽ പെടാനും ചാൻസ് കൂടുതലാണ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആ അമ്മൂമ്മയെ കാണിക്കും. അവരാണെങ്കിൽ കുട്ടിയിടയിൽ ട്രാൻസ്ഫോം ആവുകയാണ്. അവര് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ ജ്വല്ലറി ബോണി പെണ്ണ്. ഇവളും ആ വേഴ്സ്റ്റ് ജനറേഷനിലെ ഒരു മെമ്പറാണ്. കൂമയുമായിട്ട് ഇവൾക്കും വലിയൊരു കണക്ഷൻ ഉണ്ട്. കൂമയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് അവളങ്ങനെ പൊട്ടിക്കരയും. അതേസമയം ഇവിടെ സാബോയെ കൺട്രോൾ ചെയ്ത അവന്റെ ടീംമേറ്റ്സ് അവരാണെങ്കിൽ ഇപ്പൊ സാബോയെ കൺവിൻസ് ചെയ്ത് ഒരു വിധത്തില് സമാധാനിപ്പിച്ചെടുക്കും. സാബോ ആണെങ്കിൽ ഇമോഷണലായി അവരോട് പറയും, നിങ്ങളിത് കാണുന്നില്ലേ, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള കൂമയെ അവരെന്താ ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് ഒരിക്കലും ഇത് നോക്കി നിൽക്കാനായിട്ടാവില്ല. ഞാൻ തീർച്ചയായിട്ടും ഇതിനെതിരെ പ്രതികരിക്കും. ലൈഫ് ഓർ ഡെത്ത് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, കൂമയെ അവരെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറയും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കും.